ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, ഇത് നമ്മുടെ ചർച്ചയിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇത് ഓൾറെഡി മിനിസ്റ്റർ പറഞ്ഞ മാതിരി വളരെ റാമ്പൻ്റ് ആൻഡ് വൈഡാണ്. പക്ഷേ ഇതിൻ്റെ അത് നമ്മളെല്ലാം റീസൺസിനെയാണ് സർ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ ചലഞ്ചസ് എല്ലാ കാലത്തും ഉള്ളതാണ്. ആ ചലഞ്ചസിനെ നേരിടാനുള്ള ശേഷി അവരിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് IQ ഫോക്കസ്ഡ് എഡ്യൂക്കേഷനാണ്. EQ ലെവലിൽ നമ്മുടെ കുട്ടികളെല്ലാം വളരെ VP കുമാറോട് സൂചിപ്പിച്ചു EQ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യേണ്ട. ഐ തിങ്ക് ദർ ഷുഡ് ബി എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുതൽ നമ്മുടെ ഹെൽത്ത് മുതൽ സാംസ്കാരിക മേഖല മുതൽ എന്നുവേണ്ട എല്ലാ മേഖലയും ചേർന്ന് ഒന്നിച്ച് നമ്മൾ അതോ അങ്ങോട്ടും ഒരു അഭ്യർത്ഥന ഉള്ളത്, ഈ വിഷയത്തിൽ ഒരു ഹാഫ് ആൻ അവർ ചർച്ച നിയമസഭ നടത്തുകയാണെങ്കിൽ നമ്മൾ യുവാക്കളോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും. അതിനുവേണ്ടിയുള്ള അപേക്ഷ അങ്ങ് പരിഗണിക്കുന്നതും കൂടി അഭ്യർത്ഥിക്കണം. കാരണം ഏറ്റവും ഗൗരവമുള്ള നമ്മൾ ദിവസേന കാണുന്നൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിച്ചത് ഗൗരവ പ്രശ്നമാണ്. ഇപ്പം തന്നെ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, യുവജന കാര്യ വകുപ്പ് എല്ലാം ചേർന്നുള്ള വിവിധങ്ങളായ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ ശരിയാണ്. ഒരു യോജിച്ച തലത്തിലേക്ക് ഒരു കൂട്ടായ്മ അതിനകത്ത് സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമുണ്ട്. സ്പീക്കറുടെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ച കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഒരു ചർച്ച ആക്കാൻ നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. നമുക്കത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. BSc ചർച്ച ചെയ്തിട്ട്